എത്തിച്ചേരാൻ സാധിക്കാത്ത നിഗൂഢ സ്ഥലങ്ങളുണ്ടോ? ഉണ്ട് എന്നാണ് ഉത്തരം. സാധാരണക്കാരനായ ഒരു മനുഷ്യന് ഒരിക്കലും എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ലാത്ത ഒരു സ്ഥലമാണ് അമേരിക്കയിലെ നവാദയിലെ ഏരിയ 51. വളരെയധികം നിഗൂഢതകൾ ഈ സ്ഥലത്തെ ചുറ്റിപ്പറ്റിയുണ്ട്. പറക്കും തളികകൾ, അന്യഗ്രഹ ജീവികൾ. അമേരിക്കയിലെ ഏരിയ 51 എന്ന ഈ അതീവ സുരക്ഷാ കേന്ദ്രം എക്കാലവും ഇത്തരം അജ്ഞാത വസ്തുക്കളെ ചുറ്റിപ്പറ്റിയാണ് ചർച്ചകളിൽ ഇടം നേടാറുള്ളത്. ഹെക്ടറുകളോളം പരന്നുകിടക്കുന്ന ഈ രഹസ്യ കേന്ദ്രം ലോകത്തിലെ തന്നെ ഏറ്റവും നിഗൂഢമായ സ്ഥലങ്ങളുടെ പട്ടികയിലേക്ക് കയറിപ്പറ്റിയതും ഈ കാരണത്താൽ തന്നെ. സഞ്ചാരികൾക്ക് പ്രവേശനമില്ലാത്ത പ്രദേശം അമേരിക്കയുടെ അതീവ സുരക്ഷാ എയർഫോഴ്സ് ബേസ് എന്നാണ് അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഏരിയ 51-നുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പുറം ലോകത്തിന് ഇതുവരെ വ്യക്തമാക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിലും അന്യഗ്രഹ ജീവികളെ കുറിച്ച് ഗവേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതിനുള്ളിൽ നടക്കുന്നതെന്നാണ് ലോകത്തിന്റെ സംശയം. അതുകൊണ്ട് തന്നെ ഏരിയ 51-നെ കുറിച്ചുള്ള കെട്ടുകഥകൾക്ക് ഒരു കാലത്തും പഞ്ഞമില്ല. ഈ നിഗൂഢതയുടെ ചുരുളഴിക്കുക എളുപ്പവുമല്ല. കാരണം ഇവിടെ ആർക്കും പ്രവേശനമില്ല. ചുരുളഴിയാത്ത അമേരിക്കയുടെ ആ രഹസ്യ സങ്കേതത്തിലേക്ക് നമുക്കൊന്ന് കയറി ചെല്ലാം. അമേരിക്കയിലെ വടക്കു പടിഞ്ഞാറൻ ലാസ് വേഗസിൽ നിന്ന് ഏകദേശം 120 മൈൽ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് നവാഡയിൽ ഹെക്ടറുകളോളം പരന്നുകിടക്കുന്ന സ്ഥലത്താണ് ഏരിയ 51 ഉള്ളത്. നവാഡയിലെ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഹൈവേയിൽ 29-30 മൈൽ മാർക്കുകൾക്കിടയിലാണ് ഏരിയ 51-ലേക്കുള്ള മൺവഴിയുള്ളത്. സാധാരണ യാത്രക്കാരും ശ്രദ്ധിക്കുക പോലും ചെയ്യാത്ത ഈ പാതയുടെ അവസാനത്തിലാണ് ഏരിയ 51-ലേക്കുള്ള കവാടം. കണ്ണെത്താ ദൂരത്തോളം മുൾച്ചെടികളും പാറക്കല്ലുകളും നിറഞ്ഞ ഭൂപ്രദേശം. 1955-ൽ പ്രവർത്തനം ആരംഭിച്ച ഏരിയ 51 എന്ന ഈ സൈനിക കേന്ദ്രം അന്നു മുതൽ ഇന്നുവരെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് കരുതപ്പെടുന്ന പ്രദേശമാണ്. 1955 മുതൽ 2013 വരെ ഏരിയ 51 എന്നത് ഒരു സാങ്കല്പിക മേഖലയാണെന്നാണ് അമേരിക്കൻ ഭരണകൂടം പോലും വിശദീകരിച്ചിരുന്നത്. ഒടുവിൽ അമേരിക്ക തന്നെ ഏരിയ 51 എന്നത് രഹസ്യ വ്യോമസേന സൈനിക താവളമാണെന്ന് ലോകത്തോട് 2013-ൽ വിളിച്ചു പറയുകയുണ്ടായി. നവാഡൻ മരുഭൂമിയിലെ ഏരിയ 51 എന്ന രഹസ്യ മിലിറ്ററി ബേസിൽ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്? ലോകം സംശയിക്കുന്നത് പോലെ അതൊരു ഏലിയൻ റിസർച്ച് സെന്റർ ആണോ? ഏരിയ 51-നെ പറ്റിയുള്ള പരാമർശങ്ങൾ നടത്താൻ പോലും അമേരിക്കൻ മിലിറ്ററി ഭയപ്പെടുന്നത് എന്തിനാണ്? ഒരു സാറ്റലൈറ്റ് ഇമേജ് പോലും എടുക്കാൻ അനുവദനീയമല്ലാത്ത സ്ഥലമാണിത്. ഒരു ഹൈലി ക്ലാസിഫൈഡ് റിസർച്ച് ഫെസിലിറ്റിയാണത്. പലപ്പോഴും US-ലെ തന്നെ ലാസ് വെഗാസിലെ മക്കാറൻ വിമാനത്താവളത്തിൽ നിന്നും ചുവന്ന വരെയുള്ള ചില വിമാനങ്ങൾ പറന്നുയരും. ഈ വിമാനങ്ങൾ വരുന്നതിന്റെയോ പറന്നുയരുന്നതിന്റെയോ അറിയിപ്പ് യാത്രക്കാർക്ക് ഒരിക്കലും ലഭിക്കാറില്ല എന്നാണ് പറയാറ്. ഏരിയ 51-ലേക്കാണ് ഈ ചുവപ്പ് വരയൻ വിമാനങ്ങളുടെ സഞ്ചാരമെന്നാണ് ചിലരുടെയെങ്കിലും വിശ്വാസം. സായുധരായ സൈനികർ കാവൽ നിൽക്കുന്ന ടെർമിനൽ വഴിയാണ് ഈ ചുവപ്പ് വിമാനങ്ങൾ പറന്നുയരാറ്. അതുകൊണ്ട് തന്നെ ഈ വിമാനങ്ങളുടെ ഒരു വിവരവും യാത്രക്കാർക്ക് കിട്ടിയിരുന്നില്ല. എല്ലാവിധ രഹസ്യാത്മകതയും സൂക്ഷിക്കുന്ന ഇത്തരം ബോയിങ് 737 വിമാനങ്ങളുടെ നമ്പർ ആരംഭിക്കുന്നത് തന്നെ XXX-ലാണ്. അതിവേഗത്തിൽ വിമാനങ്ങൾ പോകുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദസ്ഫോടനം ഏരിയ 51-ൽ നിന്നും കേട്ടതായി റിപ്പോർട്ടുകൾ ചെയ്യാറുണ്ട്. വിചിത്രമെന്ന് തോന്നിക്കുന്ന പല കാര്യങ്ങളും ഏരിയ 51-നെ കുറിച്ച് പറയപ്പെടാറുണ്ട്. അതിൽ പ്രധാനികളാണ് പറക്കും തളികകളും അന്യഗ്രഹ ജീവികളും. അന്യഗ്രഹ പേടകങ്ങളെക്കുറിച്ചും അന്യഗ്രഹ ജീവികളെക്കുറിച്ചുമുള്ള നിറപിടിപ്പിച്ച പല കെട്ടുകഥകളും പ്രചരിപ്പിക്കുന്നുണ്ട്. ഏരിയ 51-ൽ ജോലി ചെയ്തിരുന്ന റോബർട്ട് ലാസർ എന്നയാൾ ലാസ് വേഗസിലെ ഒരു ന്യൂസ് സെന്ററിന് നൽകിയ അഭിമുഖമാണ് ആ പ്രദേശത്തിന് ഇത്രത്തോളം നിഗൂഢ പരിവേഷം നൽകിയത് എന്നാണ് പറയപ്പെടുന്നത്. ഏരിയ 51-ൽ അന്യഗ്രഹ പേടകങ്ങൾ ഉണ്ടെന്നും അതിൽ ഗവേഷണം നടത്തി സൈന്യത്തിനു വേണ്ടി സമാനമായ സാങ്കേതിക വിദ്യ പുനർനിർമ്മിക്കുകയാണ് തന്റെ ജോലി എന്നുമായിരുന്നു റോബർട്ട് ലാസർ അഭിമുഖത്തിൽ പറഞ്ഞത്. ഇതോടെ ഏരിയ 51-ന് മുകളിൽ ആകാശത്ത് രാത്രികാലങ്ങളിൽ വിചിത്രമായ വസ്തുക്കൾ വട്ടമിട്ട് പറക്കുന്നത് കണ്ടിട്ടുണ്ടെന്നും അവ പറക്കും തളികകളാണെന്നുമുള്ള പ്രചാരണങ്ങൾ സമീപവാസികൾക്കിടയിലും അമേരിക്കയിലും
പിന്നാലെ ലോകത്തും ശക്തമായി. എന്നാൽ ലാസറിന്റെ അവകാശവാദങ്ങൾക്ക് അല്പമായുസേ ഉണ്ടായിരുന്നുള്ളൂ. അഭിമുഖത്തിൽ അവകാശപ്പെട്ട വിദ്യാഭ്യാസ യോഗ്യതകളൊന്നും ലാസറിന് ഉണ്ടായിരുന്നില്ലെന്ന് രേഖകളിൽ നിന്ന് വ്യക്തമായി. എന്നാൽ കൂടി ഈ മരുഭൂമിയിൽ വിചിത്രമായതെന്തോ സംഭവിക്കുന്നുണ്ടെന്ന് ജനങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. സർക്കാർ ഏരിയ 51 ഉണ്ടെന്ന് സമ്മതിച്ചെങ്കിലും അവിടെ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നതെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാക്കിയിട്ടില്ല. അന്യഗ്രഹ ജീവികളെക്കുറിച്ചും പേടകങ്ങളെക്കുറിച്ചുമുള്ള കഥകൾ കേട്ട് കൗതുകം മൂത്ത ആയിരക്കണക്കിന് ലോകസഞ്ചാരികൾ ഇന്നും ഏരിയ 51 തേടി എത്താറുണ്ട്. പക്ഷേ കിലോമീറ്ററുകൾക്ക് ദൂരെ വെച്ച് തന്നെ ഈ മേഖലകളിലേക്കുള്ള പ്രവേശനം തടയപ്പെടും. പൂർണ്ണമായും സൈനിക വലയത്തിലാണ് ഈ പ്രദേശമുള്ളത്. ഇവിടെ നിന്നുള്ള ആകാശ ദൃശ്യങ്ങളോ ഫോട്ടോ വീഡിയോ പകർത്താനോ ഒരിക്കലും അനുമതി ലഭിച്ചിട്ടില്ല. കാവൽ നായ്ക്കൾ ഉൾപ്പെട്ട വൻ സംഘം സൈനികരാണ് ഇതിനു ചുറ്റും സുരക്ഷാ വലയം തീർത്ത് നിലകൊള്ളുന്നത്. സായുധരായ കാവൽക്കാരുടെയും നിരീക്ഷണ ക്യാമറകളുടെയും കണ്ണുവെട്ടിച്ച് ഇതിനകത്തേക്ക് പ്രവേശിക്കൽ തീർത്തും അസാധ്യമാണ്. ഭൂമിയിൽ നിന്നല്ലാത്ത ജീവികൾക്കായുള്ള ലോകത്തിന്റെ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. അതിൽ നിർണായക പങ്കുവഹിക്കുന്നത് ഏരിയ 51 ആണെന്നാണ് ഒരു കൂട്ടം ആളുകൾ ശക്തമായി വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ ദശാബ്ദങ്ങൾക്കപ്പുറം ഏരിയ 51 നടക്കുന്നത് എന്താണെന്ന് അമേരിക്കയോ നാസയോ വ്യക്തമാക്കിയേക്കാം. അതുവരെ അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള കൗതുക കഥകൾക്കൊപ്പം ഏരിയ 51 നിഗൂഢമായി തുടരുമെന്നുറപ്പ്.